പ്രതികരണത്തോടൊപ്പം തന്നെ ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. 88-ാം നമ്പർ ബൂത്തിൽ സാങ്കേതിക തകരാറുള്ള ഡോക്ടർ പി സരിൻ വോട്ട് ചെയ്യാനെത്തിയ മണപ്പുള്ളിക്കാവിലെ ബൂത്തിലുള്ള സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് അവിടേക്ക് വേണ്ടി മെഷീൻ സാമഗ്രികൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. സാനിയോണ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നത്. സാനിയോ, 88-ാം നമ്പർ ബൂത്തിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനായിട്ട് അടുത്ത ബാലറ്റ് യൂണിറ്റ് കൊണ്ടുപോവുകയാണോ? മെഷീൻ റീപ്ലേസ് ചെയ്യുകയാണല്ലേ? അതെ അരുൺ, 88-ാം ബൂത്തിലെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെത്തി മെഷീൻ റീപ്ലേസ് ചെയ്യുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അതുകൊണ്ട് തന്നെ മറ്റ് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി അത് മെഷീൻ റീപ്ലേസ് ചെയ്യുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരിപ്പോൾ ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. ബൂത്തിലേക്ക് കയറിയതിന് ശേഷം അത് സാങ്കേതിക തകരാർ എന്താണെന്ന് പരിശോധിക്കും. ശേഷം ആ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പോളിംഗ് ഉപകരണം വിവിപാറ്റ് മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. വലിയൊരു ക്യൂ ഇപ്പോൾ 88-ാം നമ്പർ ബൂത്തിന് മുന്നിലുണ്ടോ? മറ്റു പല ബൂത്തുകളിലും വലിയ ക്യൂ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. 100-100 പേര് പല ക്യൂകളിലായിട്ട് വരി നിൽക്കുന്ന കാഴ്ച. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റേ ആയിട്ടുള്ളൂ. അരമണിക്കൂറിന് മുമ്പ് തന്നെ വലിയ ക്യൂ ഇപ്പോൾ പല ബൂത്തുകൾക്കോ പുറത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. 88-ാം നമ്പർ ബൂത്തിലും അതാണോ അവസ്ഥ? അരുൺ, അതുതന്നെയാണ് അവസ്ഥ. അതായത് 50-ൽ കൂടുതൽ വോട്ടർമാരാണ് 88-ാം ബൂത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. അവരെല്ലാവരും ക്യൂവിലാണ്. രാവിലെ 6 മണിക്കൊക്കെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്യൂവിലാണ് ഇപ്പോൾ. ക്യൂവിന്റെ ദൃശ്യങ്ങൾ കൂടി 1-2 വോട്ടുകൾ മാത്രമാണ് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ബാറ്ററി ഡിസ്പ്ലേ എററായി കാണിച്ചത്. അതുകൊണ്ട്